ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നൊരു വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ഫസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. റെട്രോ സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രം മെയ് 1 തിയേറ്ററിലേക്ക് എത്തും. സൂര്യയുടെ അൻപാണ ഫാൻസ് അല്ലെങ്കിൽ അൻപാണ ഫാൻസിൻ്റെ മൈൻഡിൽ കൂടെ ഓടുന്ന, അല്ലെങ്കിൽ ആ സിനിമയിലെ പാട്ടെന്ന പോലെ ആയിരിക്കും ഇപ്പോൾ ഫാൻസിൻ്റെ മൈൻഡിൽ കൂടെ പോകുന്നതെന്ന് തോന്നുന്നു. നമ്മ നനച്ചത് നടന്നിടുമാ, സിംഗന്മാർ വേടി തിരുമ്പിടുമാ എന്നുള്ള ആ സൂര്യയുടെ ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു വരികളായിട്ടാണ് എനിക്കത് തോന്നിയത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിനൊരു തിയേറ്ററിൽ ഹിറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ കാർത്തി സുബ്രാജിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് വിശ്വസിക്കുന്നു ഈ പടം ഹിറ്റാകുമെന്ന്. അതുകൊണ്ട് തന്നെ ഈ വരികളും ഇപ്പോഴത്തെ ഈ പടത്തിൻ്റെ ഉള്ള സിറ്റുവേഷനും വെച്ച് നോക്കുമ്പോൾ വളരെ കറക്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സൂര്യയുടെ ഒരു കമ്പാക്ക് ആകുമെന്ന് തോന്നുന്നു. അതോടൊപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ജയറാമേട്ടനുണ്ട്, ജോജുവേട്ടനുണ്ട്. ഇവരെല്ലാം ഉള്ളതും മലയാളികളെ സംബന്ധിച്ചിടത്തോളം, പിന്നെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടൊരു താരമാണ് സൂര്യ എന്നതും. ഒരു അന്യഭാഷ നടനാണ് സൂര്യ, മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കമ്പാക്ക് ചിത്രമായിരിക്കുമെന്നാണ് വളരെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിനെ ഇത്രയേറെ എക്സ്പെക്റ്റ് ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത്, ഒന്നാമത് കാർത്തി സുബ്രാജാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും പ്രേക്ഷകനെ നിരാശപ്പെടുത്തില്ല, മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും. അതോടൊപ്പം സൂര്യയുടെ ആക്ടിങ് കൂടി ആകുമ്പോഴേക്കും, പിന്നെ ട്രെയിലർ കണ്ടപ്പോൾ വളരെ മികച്ച ഒരു ട്രെയിലറായിട്ടാണ് എനിക്ക് തോന്നിയത്. അൽഫോൺസ് പുത്രൻ കട്ട് ചെയ്ത ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇതൊരു കമ്പാക്ക് ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. അതോടൊപ്പം സന്തോഷ് നാരായണൻ്റെ പാട്ടുകളും ഓൾറെഡി സോഷ്യൽ മീഡിയ കീഴടക്കി കഴിഞ്ഞു എന്ന് പറയാം. പ്രത്യേകിച്ച് കനിമ പാട്ടൊക്കെ വേറെ ലെവൽ ട്രെൻഡിങ് ആയിരുന്നു. പൂജയുടെ ഡാൻസും ഒക്കെ ആയപ്പോഴേക്കും വേറെ ലെവൽ ട്രെൻഡിങ് ആയിരുന്നു. ആ പാട്ടൊക്കെ തിയേറ്ററിൽ വേറെ ലെവൽ സെലിബ്രേഷൻ ആയിരിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. മെയ് 1 ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ചിത്രം തിയേറ്ററിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഏതായാലും വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു തിയേറ്ററിൽ ഹിറ്റിന് വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് സൂര്യയും അദ്ദേഹത്തിൻ്റെ ഫാൻസും, അൻപാണ ഫാൻസും. അതായത് ഇടയ്ക്ക് വന്ന സൂര്യ റിപ്പോർട്ടറും JBM ഒക്കെ വലിയ ഹിറ്റായിരുന്നെങ്കിലും എല്ലാം OTT ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു തിയേറ്ററിൽ ഹിറ്റ് മിസ്സാവുകയായിരുന്നു. അവസാനമായി പുറത്തിറങ്ങിയ കങ്കുവയുടെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. അതിനു മുമ്പ് വന്ന എതിർക്കും ദുരന്തവനും എല്ലാം ബോക്സ് ഓഫീസിൽ വൻ പരാജയങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നു അവസാനം ഒരു തിയേറ്ററിൽ ഹിറ്റ് അടിച്ചത് 2013 സിംഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സിംഗം 2 തോന്നുന്നു. അത് കഴിഞ്ഞ് വന്ന ചിത്രങ്ങളെല്ലാം തുടരെ ഒന്നിനൊന്നിന് പരാജയങ്ങളായിരുന്നു. 24 ആവറേജ് ഓടിയെങ്കിലും ആ ഒരു സൂര്യയുടെ ആ പഴയ മികവിനത്തൊരു ബോക്സ് ഓഫീസ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. ഒരു കാലത്ത് തമിഴ് സിനിമയുടെ ബോക്സ് ഓഫീസ് കിങ് ആയിരുന്നു ഇദ്ദേഹം. 2008, 2013 കാലഘട്ടങ്ങളിലൊക്കെ തുടരെ ഹിറ്റുകൾ, അജിത്തിനെ വിജയൊക്കെ മറികടന്ന് ഇദ്ദേഹമായിരുന്നു ബോക്സ് ഓഫീസ് ഭരിച്ചിരുന്നത് രജനിക്ക് പുറകിൽ. ആ ഒരു സിംഗം പോലുള്ള സിനിമകളൊക്കെ ചെയ്ത് ആ ഒരു ഇതാണ് ഈ വരികളിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് തോന്നുന്നത്. സിംഗന്മാർ കൂടി തിരുമ്പിടുമെന്ന് പറഞ്ഞ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു കമ്പാക്കിന് വേണ്ടി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നു. അതിന് കാർത്തി സുബ്രാജ് കാരണമാകുമെന്ന് തോന്നുന്നു. ഏതായാലും മെയ് 1 ചിത്രം തിയേറ്ററിലേക്ക് എത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.